ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യ പേപ്പറിൻ്റെ കൂടെ നമുക്ക് പഠിച്ച ഒരാൾക്ക് എന്താണ് എക്സാമിന് നന്നായിട്ട് ഉപകാരപ്പെടും. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. അപ്പോൾ ആദ്യം ഇവിടെ യോജിച്ച പേരുകൾ പറയാനാണ്. നമുക്കിവിടെ അറബിയിൽ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രിൻ്റിൽ ചിത്രങ്ങൾ ക്ലിയർ ആയിട്ടില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഷിപ്പിൻ്റെ ചിത്രമാണ്, അതൊന്നും ക്ലിയർ ആയിട്ടില്ല. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊബീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ അല്ലേ? അപ്പോൾ ഇവിടെ ഡോക്ടറെ ചിത്രമുണ്ട്, നമുക്ക് അതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ. ഫറസുൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹോസ് അല്ലേ? ഫറസുൻ എന്ന് പറഞ്ഞാൽ ഹോസാണ്. അപ്പോൾ ഇവിടെ ഹോസിൻ്റെ ചിത്രമുണ്ട്. ഞാൻ ചിത്രം കാണിക്കുന്നില്ല, ക്ലിയർ ഇല്ല, മനസ്സിലാവില്ല. അപ്പം നമുക്ക് അതിലേക്കാണ് അത് മാച്ച് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ലൊർഫുൻ എന്നാണ് എൻവലപ്പ്, കത്തിൻ്റെ കവറിലെ എൻവലപ്പ്. അപ്പം അത് അതിൻ്റെ ചിത്രം അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്തെടുക്കാം. പിന്നെ അലമുൻ ഫ്ലാഗ്. അപ്പോൾ അതിൻ്റെ ഫ്ലാഗിൻ്റെ ചിത്രത്തിലേക്കും മാച്ച് ചെയ്യാം. ഇനി ഫുൽക്കുൻ ഷിപ്പ്. അപ്പോൾ ഷിപ്പിൻ്റെ ചിത്രം ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി എന്താണ്? അക്ഷരങ്ങളുടെ പേരുകൾ വായിച്ചു കൊടുക്കാനാണ്. ഇത് ഏതാണ് അക്ഷരം? ഓയിന്, ഓ പുള്ളിയുള്ളതാണ്. അയിനല്ല, ഓയിന്. തോവും ലോവും മാറരുത്. അതുപോലെ സോദും ലോദും. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിലാണ് പഠിച്ചത്, ഫസ്റ്റ് ടൈം എക്സാമിനാണ്. അപ്പോൾ ഇവിടെ തോവും ലോവും. പിന്നെ രണ്ട് പുള്ളി വന്നാലോ ഖാഫാണ്, ഖാഫ്. അപ്പോൾ ഇത് ഇങ്ങനെ അക്ഷരങ്ങൾ വായിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പഠിച്ച മീമ് വരാം, ഹ വരാം, ഒയിന് വരാം, ലോ ഏത് മാറി വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ചു കൊടുക്കാൻ കഴിയണം, മനസ്സിലാക്കുക. അതുപോലെ ചിത്രങ്ങൾ, നിങ്ങൾ മാനിന് എന്തായിരുന്നു പഠിച്ചത്? എല്ലാവർക്കും അറിയില്ലല്ലേ? ഒസാൽ അല്ലേ? അതേപോലെ നെമിറുൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നെമിർ എന്ന് പറഞ്ഞാൽ ടൈഗർ. നെമിറുൻ ടൈഗർ. ബ്രിക്സ് ലെബിനുൻ അല്ലേ? ബ്രിക്സ് ലെബിനുൻ. പിന്നെ കുർസിയുൻ ചെയർ. കിർദുൻ എന്താണ്? മങ്കി. കിർദുൻ മങ്കി. അങ്ങനെ ഓരോ ചിത്രവും മനസ്സിലാക്കി പഠിക്കണം. എന്തായാലും അതൊക്കെ വരും, ഉറപ്പാണ്. അടുത്തത് എന്താണ്? നോക്കി വായിക്കാനാണ്. നമുക്ക് ഇവിടെ നോക്കി വായിച്ചു കൊടുക്കണം അക്ഷരങ്ങൾ ചേർത്തിട്ട്. ഇവിടെ എന്താണ്? അബ്ദുൻ. അതിന് ഫസ്റ്റ് വരുന്നത് മനസ്സിലാക്കണം കേട്ടോ. അബ്ദുൻ. ലിബാഉൻ നീട്ടാൻ വരുന്നത്. ലിബാഉൻ. ഓർബുൻ. ഫാസ. ഫാഇനെ നീട്ടാൻ വരുന്നു. ഫാസ. ഖുദ്സുൻ. ഖാഫ് കാഫ്, രണ്ട് കാഫ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കാഫ്. ഖുദ്സുൻ. അപ്പോൾ ഇതുപോലെ ഓരോ വേർഡ്സുകളും നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചത് നമുക്ക് വായിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ നോക്കി വായിച്ചു കൊടുക്കാൻ അക്ഷരങ്ങൾ നമ്മൾ മുകളിൽ വായിച്ച ഈ അക്ഷരങ്ങൾക്ക് ഹർക്കത്തുകൾ നൽകിയിട്ടൊക്കെ വരും. തോ, ഫ, ഫു, ഐ, ലി, ലു. മനസ്സിലായില്ലേ? കു, ക് ഒക്കെ ഹർക്കത്തുകൾ മാറിയിട്ട്, വാ അങ്ങനെയൊക്കെ ഹർക്കത്തുകളൊക്കെ മാറിയിട്ട് വരും. അപ്പം അത് വായിച്ചു കൊടുക്കാനും ഈ നോക്കി വായിക്കുന്നതിൽ വരും. പിന്നെന്താണ്? നമ്മൾ രണ്ടക്ഷരങ്ങൾ കൂടിയിട്ട്, ഇവിടെ നമ്മൾ മൂന്നക്ഷരങ്ങൾ കൂടിയിട്ടും മദ്ദക്ഷരം വരുന്നതൊക്കെയാണ് നമ്മൾ വായിച്ചത്. അതുപോലെ രണ്ടക്ഷരങ്ങൾ കൂടിയിട്ട് നമ്മൾ കുല്ലുൻ, ഉമ്മുൻ, ബറുൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ?
അതേപോലെ 2 അക്ഷരങ്ങൾ കൂടിയിട്ട് വരുന്ന ഹജ്ജ് അല്ലേ. പിന്നെ നീട്ടാൻ വരുന്നത് മാ മൂ അങ്ങനെയൊക്കെ മദ്ദശത്തോട് കൂടി വരുന്നത് ഓ കുൽ ബൽ ലം അങ്ങനെയൊക്കെ അമ്മ അങ്ങനെയൊക്കെ വരുന്നതും ഇതിൻ്റെ കൂടെ വായിക്കാനുണ്ടാവും. ഇത് മോഡലായതുകൊണ്ട് ചുരുക്കി വന്ന് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ 3 അക്ഷരങ്ങൾ കൂടി വരുന്നതും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ച ഇങ്ങനെ ചേർന്ന് വരുന്നതും 2 അക്ഷരങ്ങൾ വരുന്നതൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാൻ, അക്ഷരങ്ങൾ കൂട്ടി വായിച്ചു കൊടുക്കാൻ കഴിയണം. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്കെന്താണ് ഫ ഉള്ള പദത്തിന് ചതുരം നൽകാനാണ്. അതിൽ ഫാഇന് ചതുരം നൽകണം. ചതുരം ഇവിടെ ഫജറുൻ വന്നപ്പോൾ ഇവിടെ ചതുരം ഇങ്ങനെ നൽകുക. ഇവിടെ ഫൂറുൻ ഫനും ഫു എന്നതിന് ഫ അല്ലേ, അതിനും ചതുരം നൽകുക. അടുത്തതാ ബോറുൻ, ഇതിൽ ഫ ഇല്ല. ഇനി സഫീറുൻ, അപ്പോൾ അവിടെ ഫ വന്നു, അതിന് ചതുരം വരയ്ക്കുക. ഇനി ബഈദുൻ, അതിൽ ഫ ഇല്ല. പിന്നെ ഫിറാഷുൻ, അതിൽ ഫസ്റ്റ് ഫ വന്നു, ഫസ്റ്റ് ഫ വന്നു, അപ്പം നമ്മൾ ചതുരം വരച്ചു. അടുത്തത് ഹഫ് അല്ലേ, അപ്പോൾ അവിടെ ചതുരം വന്നു, അതിനും വരച്ചെടുക്കുക. അപ്പോൾ അതുപോലെ അയിന് വരാം, അങ്ങനെ ചേർന്ന് വരുന്ന അയിന് വരാം, പുള്ളിയുള്ള അയിന് വരാം, മനസ്സിലായില്ലേ. തോ വരാം, ലോ വരാം, മനസ്സിലായില്ലേ. അതുപോലെ കാഫ്, 2 പുള്ളിയുള്ള കാഫ് വരാം. അപ്പം നമുക്ക് ഫാവ് വരുമ്പോഴും കാഫ് വരുമ്പോഴൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം. ഇനി ഇതവിടെ താഴെ ഒയിനുള്ള വൃത്തത്തിന് കളർ നൽകാനാണ്. പുള്ളിയുള്ള ഒയിനാണ്, അപ്പം അതിന് നിറം നൽകണം. അങ്ങനെ ഇതൊന്ന്, പിന്നെ ഇത് ഇതുപോലെ ഇത് നിങ്ങൾക്ക് പാഠഭാഗത്തിൽ ഇങ്ങനെ വർക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പാഠഭാഗത്തു നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, നമ്മൾ 28ാമത്തെ പാഠത്തിലൊരു വർക്ക് പഠിച്ചിരുന്നു അല്ലേ. ഇതേപോലെ അക്ഷരങ്ങൾ തന്നിട്ട് ഇവിടെ താഴെ പദങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഷ ജ റുൻ ഷജറുൻ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു അല്ലേ. അതുപോലെ നമുക്ക് എക്സാമിന് അക്ഷരങ്ങൾ തരും, നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ, മനസ്സിലായില്ല. എന്നിട്ട് നമുക്ക് അതൊന്ന് ഇതേപോലെ താഴോട്ട് 5ഓ 6ഓ കളങ്ങൾ തന്നിട്ട് അതിൽ എടുത്തെഴുതാൻ, വേർഡ്സ് ഉണ്ടാക്കിയിട്ട് എഴുതാൻ തരും. അപ്പം അത് എല്ലാവരും നന്നായി മനസ്സിലാക്കി ഓരോരോ അക്ഷരങ്ങൾ ചേർത്തിട്ട്, ഇനിയിപ്പോൾ ഒരു വേർഡ്സ് ആയിട്ടില്ലെങ്കിലും അത് എന്തെങ്കിലും കൂടിയിട്ടതാ ബസറുൻ അങ്ങനെയൊക്കെ കുട്ടികൾ 3 അക്ഷരങ്ങളൊക്കെ കൂട്ടിയിട്ട് എഴുതാൻ പഠിക്കുക, അവരെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പഠിച്ചൊരക്ഷരങ്ങളായിട്ടില്ലെങ്കിലും, ഇപ്പോൾ ഷജറുൻ ആയിട്ടില്ലെങ്കിലും അവർ ചേർത്ത് ബസറുൻ ബസദ് അങ്ങനെ അത് ഇങ്ങനെ ഒരു വേർഡ്സ് ആക്കിയിട്ട് എഴുതാൻ അവർ പഠിക്കുക. ഇവിടെ അസബ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് അവർക്ക് നിർബന്ധമായിട്ട് അത് എഴുതാൻ കഴിയണം. ഒരു നമ്മൾ പഠിച്ച മസ്ജിദ് എന്നായിട്ടില്ലെങ്കിലും അവരെന്ത് ചെയ്താ മസബ എന്ന് എഴുതിയാൽ ഒരു വേർഡ്സായി, മനസ്സിലായില്ല. അങ്ങനെ അവർക്കൊരു പ്രാക്ടീസ് എല്ലാവരും നൽകണം കേട്ടോ. അപ്പം നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കളർ പെൻസിൽ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് ആ ഒയിൻ ഇങ്ങോട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള യെല്ലോയോ പിങ്കോ ഒക്കെ കളർ കൊണ്ട് നിറം നൽകാം. ഇനി ഇവിടെ ചേർത്ത് എഴുതാനാണ്. നമുക്കിവിടെ അക്ഷരങ്ങൾ വേർതിരിച്ച് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് സഈബുൻ സഈബുൻ സ ഇല്ല, അപ്പോൾ അത് സായിനോട് കൂടിയിട്ട് അയിന് ചേർത്ത് എഴുതുമ്പോൾ സായിനോട് കൂടിയിട്ട് അയിന് ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന രീതി, പിന്നെ അതിനോട് ചേർത്തിട്ട് യാ നീട്ടാൻ എഴുതുമ്പോൾ ഒക്കെ ഇങ്ങനെയാണ് എഴുതുക അല്ലേ. അപ്പോൾ അതൊക്കെ കുട്ടികൾ മനസ്സിലാക്കിയിട്ട് എഴുതണം, മനസ്സിലായില്ലേ. അങ്ങനെ എഴുതി കൊടുക്കുക. പിന്നെ സൊക്റുൻ സൊക്റു ഇത് ഒരുമിച്ച് എഴുതുമ്പോൾ ഇത് അതുപോലെ തന്നെ ആയിട്ട് എഴുതിയാൽ മതി. ചേർത്ത് എഴുതുന്ന അക്ഷരങ്ങൾ ചിലത് ഒയിന് യാ അതൊക്കെയാണ് വ്യത്യാസം വരിക. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ് പിരിച്ചെഴുതാനാണ്. അതായത് നമുക്കിവിടെ ചേർത്ത് എഴുതി തന്നിട്ടുണ്ട്, അത് പിരിച്ചെഴുതി കൊടുക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും വരും. ഒന്നെങ്കിൽ ചേർത്ത് എഴുതുക അല്ലെങ്കിൽ പിരിച്ചെഴുതുക, അതിലേതെങ്കിലും ഒന്നാണ് അധികം വരാറ്. അവൽ മനസ്സിലാക്കുക. ഇവിടെ എന്താണ് ഹു ലൂ ലുൻ ഹുലൂലുൻ. അപ്പോൾ ഹു ചേർത്ത് എഴുതുമ്പോഴും ഇതാക്കി എഴുതുമ്പോഴും അല്ലേ അങ്ങനെ എഴുതണം. ഹ പുള്ളിയുള്ള ഹ ഹു, പിന്നെ ലൂ ലോ വേറെ എഴുതുക, വാവ് എഴുതുക, പിന്നെയും ലോ എഴുതുക, അങ്ങനെ വേർതിരിച്ചെടുക്കുക. പിന്നെ ഹതീബുൻ ഹ ഇതുപോലെ തന്നെ അല്ലേ.
തോ എഴുതുക. പിന്നെ യാ എഴുതുമ്പോൾ നേരത്തെ മുകളിൽ കണ്ട ഈ യാ വേണം, ഹത്തീ എന്നുള്ള യാ എഴുതാൻ. പിന്നെ ബ എഴുതുക. ഇതുപോലെ നിങ്ങൾ പാഠഭാഗത്തിൽ പഠിച്ച തിഫ്ലുൻ, ലൊർഫുൻ ഒക്കെ ഇതുപോലെ വരാം. പിന്നെ നമ്മൾ മുന്നൊക്കെ വായിച്ച ഫുൽക്കുൻ, പിന്നെ അലമുൻ, ഒസ്ലുൻ, പിന്നെ നെലമുൻ, ലുഹറുൻ ഒക്കെ അതുപോലെ പിരിച്ചെഴുതാനും ചേർത്തെഴുതാനൊക്കെ വരാം. അപ്പോൾ ആ വേർഡ്സുകളൊക്കെ കുട്ടികൾ 2 രീതിയിൽ എഴുതി പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞ വേർഡ്സുകളൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കാം. ഒയ്ബുൻ, ഒയ്ബ്, ഒയിന് വരുന്നത്, യാ വരുന്നത്, അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ നിർബന്ധമായിട്ട് എഴുതി പഠിപ്പിക്കുക 2 രീതിയിലും. ആദ്യം അക്ഷരങ്ങളാക്കി കൊടുക്കുക, എന്നിട്ട് അവരോട് ചേർത്ത് എഴുതാൻ പറയാം. പിന്നെ ചേർത്ത് എഴുതി കൊടുക്കുക, പിന്നെ അത് അക്ഷരങ്ങളാക്കി എഴുതി കൊടുക്കാൻ പറയാം. അങ്ങനെ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത് എന്തായാലും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറയുന്നതിലൊക്കെ വിട്ടുപോകുന്നതോ കൂടിപ്പോകുന്നതോ ഒക്കെ ഉണ്ടാവാം, കട്ട് ചെയ്യാൻ വിട്ടുപോയതൊക്കെ ഉണ്ടാകാം. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നിടയിൽ 2 പേര് വന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്. അതൊക്കെ ചിലപ്പം കട്ട് ചെയ്യുന്നതിലൊക്കെ മറന്നു പോകാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാണാം. ഞാനൊരു വീട്ടിൽ ജോലിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ എന്തെങ്കിലും അപാകതകളൊക്കെ കാണാം. എഡിറ്റിങ്ങിൽ മുഴുവൻ വീഡിയോ ഭാഗങ്ങളൊന്നും കേട്ടുന്നൊന്നും വരില്ല. അപ്പോൾ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.